കോൺഗ്രസുകാരന്റെ കൈകളിലേക്ക് ഈ പതാക കൈമാറാൻ സുധാകരൻ പോയാൽ സുധാകര ഒരൊറ്റയാൾ ഈ പാർട്ടിയുടെ പിന്നിൽ നിൽക്കുന്ന ഒരാൾ തന്റെ കൂടെ വരുമോ? ഒരാൾ വരുമോ? ഒരനുഭാവി വരുമോ? അവരാരും വരില്ല. കാരണം അവരെല്ലാം ഈ പ്രസ്ഥാനത്തെയാണ് സ്നേഹിക്കുന്നത്. ഈ ചെങ്കൊടിയാണ് അവരുടെ ഹൃദയത്തിനകത്തെ ഈ ചെങ്കൊടിയാണ്. ഈ ചെങ്കൊടിയെ വിട്ടൊരു കളിക്ക് ഈ അമ്പലപ്പുഴയിലെ പാർട്ടി സഖാക്കൾ നിൽക്കില്ല. അതാണ് സത്യം. പുന്നപ്ര വയലാറിന്റെ സമരനായകൻ സഖാവ് VS അച്യുതാനന്ദന്റെ ചരിത്രമുണ്ട് ഈ മണ്ണിൽ. എല്ലാം ഞാനാണല്ലോ. സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും എല്ലാം ഒറ്റയാൾ. അതാണ് മാടമ്പിത്തരം. ആ മാടമ്പിത്തരത്തിനെതിരെ, ആ പ്രമാണി വർഗത്തിനെതിരെ ലോകത്താദ്യമായി ആയുധമെടുത്തിയ പോരാട്ടം നടത്തിയ മണ്ണല്ലേ നമ്മുടെ മണ്ണ്. ആയുധമെടുത്ത് പോരാടിയതാണ്. തൊഴിലാളി വർഗത്തെ ആക്രമിക്കാൻ വന്ന വേലായുധ നാടാരുടെ മുഖത്ത് നോക്കിയിട്ട് വെട്ടട അവനെ എന്ന് പറഞ്ഞ സഖാവ് PKCയുടെ മണ്ണാണ് ഈ മണ്ണ്. അതാണ് ഈ മണ്ണ്. വെട്ടടാവൻ എന്ന് പറഞ്ഞ സഖാവ് PK ചന്ദ്രാനന്ദന്റെ പാർട്ടിയല്ലേ ഇത്. പുന്നപ്ര വയലാർ സമരത്തിൽ ഈ ചെമ്പതാക ഉയർത്തിപ്പിടിച്ച് ഈ നാട്ടിലെ കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടി പോരാടിയ സഖാവ് VS അച്യുതാനന്ദന്റെ മണ്ണല്ലേ. ആ മണ്ണിൽ ഈ ചെങ്കൊടിയെ കുഴിച്ചു മൂടാൻ സുധാകര 100 ജന്മം ജീവിച്ചാലും ഈ പാർട്ടിയെയും ഈ ചെങ്കൊടിയെയും മൂടാൻ കഴിയില്ല. ജനങ്ങളാണെന്ന് മൂന്നാമത് സർക്കാർ വരാൻ വേണ്ടി നമ്മൾ പണിയെടുക്കാൻ നിൽക്കുന്നവരാണ് നമ്മൾ. രണ്ടാം പിണറായി വിജയൻ സർക്കാർ വരണമെങ്കിൽ അമ്പലപ്പുഴയിൽ നിന്ന് സഖാവ് സലാം ജയിക്കണം. ജയിക്കാതിരിക്കണമെങ്കിൽ ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കണം. നമ്മൾ ഒരു ദിവസം കണ്ടു, നമ്മുടെ എല്ലാ ഹൃദയത്തിലാണ് പുന്നപ്ര വയലാർ, നമ്മുടെ മണ്ഡപം, വലിയ ചുടുകാട്, മഹാരഥന്മാർ അന്തിയുറങ്ങുന്ന സ്ഥലമാണ്. അവിടെ നോക്കുമ്പോൾ ഒരു ദിവസം ആ ഗേറ്റ് ചവിട്ടി തുറക്കുകയാണ്. ആരാണ് ചവിട്ടി തുറന്നത്? ചവിട്ടി തുറന്ന RSSകാരനാണ്. RSSകാർക്ക് സുധാകരൻ നിർദ്ദേശം കൊടുക്കുകയാണ്. ഇവിടെ പാർട്ടി എരച്ച് RSSുമായി ആക്രമണം നടത്തിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരാജയപ്പെടും. അതുകൊണ്ട് എവിടെ കയറണം? രക്തസാക്ഷികളുടെ നെഞ്ചത്ത് ചവിട്ടാൻ RSSകാരന് അനുമതി കൊടുത്ത നേതാവാണ് സുധാകരൻ. ഓർത്തോണം, നിങ്ങൾ ഓർത്തോണം. സംഘപരിവാറിന്റെ BJPയുടെ സന്ദീപ് വാചസ്പതി എന്ന് പറയുന്നയാൾ ചുമ്മാ തങ്ങുമെന്ന് നമ്മുടെ മണ്ഡപത്തിൽ കയറുവോ? നമ്മുടെ മണ്ഡപത്തിൽ കയറാൻ അങ്ങനെ ധൈര്യമുണ്ടോ? അവിടെ കയറണം. അവിടെ കയറിയാൽ നമ്മൾ ഇറങ്ങും. നമ്മൾ ഇറങ്ങിയാൽ ആ തെരഞ്ഞെടുപ്പ് അലങ്കോലമാകും. അലങ്കോലമായാൽ സ്ഥാനാർത്ഥി തോക്കും. ഇതായിരുന്നു സുധാകരന്റെ ബുദ്ധി. അവിടെയും നമ്മൾ പ്രതിരോധം തീർത്തു. അവിടെ എല്ലാം നമ്മൾ പ്രതിരോധം തീർത്തു. തീർത്തിട്ട് പറഞ്ഞു, സഖാക്കൾ എല്ലാവരും ശാന്തമായിരിക്കുക, ഇത്തരം കുബുദ്ധികൾ എല്ലാവരും ഉണ്ടാവും. നമ്മൾ പിടിച്ചു നിന്നു. നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് സലാം 11,000 മുകളിൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ആ സഖാവ് സലാം വീണ്ടും ഈ മണ്ണിൽ, ഈ പുന്നപ്രയുടെ മണ്ണിൽ വിജയിക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് കോൺഗ്രസുകാരന്റെ കൈകളിലേക്ക് ഈ പതാക കൈമാറാൻ സുധാകരൻ പോയാൽ സുധാകര ഒരൊറ്റയാൾ ഈ പാർട്ടിയുടെ പിന്നിൽ നിൽക്കുന്ന ഒരാൾ തന്റെ കൂടെ വരുമോ? ഒരാൾ വരുമോ? ഒരനുഭാവി വരുമോ? അവരാരും വരില്ല. കാരണം അവരെല്ലാം ഈ പ്രസ്ഥാനത്തെയാണ് സ്നേഹിക്കുന്നത്. ഈ ചെങ്കൊടിയാണ് അവരുടെ ഹൃദയത്തിനകത്തെ ഈ ചെങ്കൊടിയാണ്. ഈ ചെങ്കൊടിയെ വിട്ടൊരു കളിക്ക് ഈ അമ്പലപ്പുഴയിലെ പാർട്ടി സഖാക്കൾ നിൽക്കില്ല. അതാണ് സത്യം. പുന്നപ്ര വയലാറിന്റെ സമരനായകൻ സഖാവ് VS അച്യുതാനന്ദന്റെ ചരിത്രമുണ്ട് ഈ മണ്ണിൽ. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നമ്മുടെ സുജാത സഖാവ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവ് VSന്റെ ഓർമ്മകളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. സഖാവ് VSന് കിട്ടിയതിനേക്കാൾ കൂടുതൽ പരിഗണന, കൂടുതൽ തവണ മത്സരിക്കാൻ പാർട്ടി സുധാകരന് അവസരം കൊടുത്തില്ലേ? 7 തവണ നിയമസഭയിൽ. മുനിസിപ്പാലിറ്റി മത്സരിക്കണമെന്ന് കുഞ്ഞിലേ തുടങ്ങിയ ആഗ്രഹമാണ്. മുനിസിപ്പാലിറ്റി മത്സരിക്കണമെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ വോട്ട് വേണം. അവിടെ വോട്ടില്ല. പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. സുധാകരൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മുനിസിപ്പാലിറ്റി മത്സരിക്കാൻ പഞ്ചായത്തിലെ തന്റെ വോട്ട് കൊണ്ടുവന്ന് മുനിസിപ്പാലിറ്റി ചേർത്തു. എന്നിട്ട് അവിടെ മത്സരിച്ചു. അന്നത്തെ ആഗ്രഹം, കുരുന്നിലെ ആഗ്രഹമാണ് ചെയർമാനാകണം. അന്ന് ചെയ്ത കഥയാണ് ഞാൻ പറഞ്ഞത്.
അത് കഴിഞ്ഞ് ജില്ലാ കൗൺസിലുകൾ രൂപീകരിച്ചപ്പോൾ ആലപ്പുഴ ജില്ലാ കൗൺസിൽ അധ്യക്ഷനാകണം എല്ലാം ഞാനാണല്ലോ. സെക്രട്ടറിയും പ്രസിഡന്റും ഖജാൻജിയും എല്ലാം ഒറ്റയാൾ. അതാണ് മാടമ്പിത്തരം. ആ മാടമ്പിത്തരത്തിനെതിരെ, ആ പ്രമാണി വർഗത്തിനെതിരെ ലോകത്താദ്യമായി ആയുധമെടുത്തിയ പോരാട്ടം നടത്തിയ മണ്ണല്ലേ നമ്മുടെ മണ്ണ്. ആയുധമെടുത്ത് പോരാടിയതാണ്. തൊഴിലാളി വർഗത്തെ ആക്രമിക്കാൻ വന്ന വേലായുധ നാടാരുടെ മുഖത്ത് നോക്കിയിട്ട് വെട്ടട അവനെ എന്ന് പറഞ്ഞ സഖാവ് PKCയുടെ മണ്ണാണ് ഈ മണ്ണ്. അതാണ് ഈ മണ്ണ്. വെട്ടട അവനെ എന്ന് പറഞ്ഞ സഖാവ് PK ചന്ദ്രാനന്ദന്റെ പാർട്ടിയല്ലേ ഇത്. പുന്നപ്ര വയലാർ സമരത്തിൽ ഈ ചെമ്പതാക ഉയർത്തിപ്പിടിച്ച് ഈ നാട്ടിലെ കർഷകർക്കും തൊഴിലാളികൾക്കും വേണ്ടി പോരാടിയ സഖാവ് VS അച്യുതാനന്ദന്റെ മണ്ണല്ലേ. ആ മണ്ണിൽ ഈ ചെങ്കൊടിയെ കുഴിച്ചു മൂടാൻ സുധാകര 100 ജന്മം ജീവിച്ചാലും ഈ പാർട്ടിയെയും ഈ ചെങ്കൊടിയെയും മൂടാൻ കഴിയില്ല. കാരണം ഈ പ്രസ്ഥാനം ഈ മണ്ണിലും ഈ മനുഷ്യന്റെ, ഈ നാട്ടിലെ മനുഷ്യന്റെ ഹൃദയത്തിനകത്താണ് ഈ പ്രസ്ഥാനത്തിന്റെ വേരൂന്നിയിട്ടുള്ളത്. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ ഏത് ശക്തി വന്നാലും നമ്മൾ അതിനെല്ലാം അതിജീവിക്കും. നേതാക്കൾ എത്തിക്കൊണ്ട് ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാൻ എന്റെ കടമയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ പ്രകടനത്തിലും സമ്മേളനത്തിലും പങ്കെടുത്ത് ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പ്രിയപ്പെട്ട സഖാക്കളെയാണ് ആദ്യമായി സ്വാഗതം ചെയ്യുന്നത്. നമ്മുടെ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ് ഓമനക്കുട്ട സഖാവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലയോട് വഹിക്കുന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള ഏറെ സ്നേഹനിധിയായ സഖാവ് സുജാത ചേച്ചിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ, അചഞ്ചലമായി മുന്നോട്ട് നയിക്കാൻ നേതൃത്വം കൊടുക്കുന്ന നാസർ സഖാവിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ ആലപ്പുഴ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് R രാഹുലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഖാവ് KK അശോകൻ, അതുപോലെ തന്നെ സഖാവ് അജയ് സുധീന്ദ്രൻ, അതുപോലെ തന്നെ സഖാവ് ജയകുമാർ, സഖാവ് VK ബൈജു, സഖാവ് AP ഗുരുലാൽ, സഖാവ് PP പവനൻ, സഖാവ് അശോക് കുമാർ, സഖാവ് മോഹൻകുമാർ, സഖാവ് VG വിഷ്ണു തുടങ്ങിയ പാർട്ടിയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. മുഴുവൻ സഖാക്കളെയും നേതാക്കളെയും ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഇൻകുലാബ് 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 സിന്ദാബാദ്.